Big push theory was put forward by Rosenstein Rodin. ഇപ്പോൾ റോസൻസ്റ്റീൻ റൊഡാൻ ആണ് ബിഗ് പുഷ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. റോസൻസ്റ്റീൻ റൊഡാനെ നമ്മൾ വേറൊരു ഭാഗത്ത് കണ്ടിട്ടുണ്ട്. ബാലൻസ്ഡ് ഗ്രോത്ത് തിയറി നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ റോസൻസ്റ്റീൻ റൊഡാൻ്റെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. റോസൻസ്റ്റീൻ റൊഡാൻ എന്ന് പറയുന്ന വ്യക്തി ബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയുടെ ഒരു പ്രൊപ്പൗണ്ടറാണ്, അല്ലെങ്കിൽ ബാലൻസ്ഡ് ഗ്രോത്ത് തിയറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇക്കണോമിസ്റ്റാണ് റോസൻസ്റ്റീൻ റൊഡാൻ. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന തിയറിയാണ് ബിഗ് പുഷ് തിയറി. അപ്പോൾ ഈ ബിഗ് പുഷ് തിയറി എന്ന് പറയുന്നത് ബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയുടെ ഒരു എക്സ്റ്റൻഷനായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയുടെ മറ്റൊരു വേർഷൻ പോലെയാണ്. അതിനെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു തിയറിയാണ് ബിഗ് പുഷ് തിയറി. So Rosenstein Rodin has been one of the pioneers who repudiated the theory of gradualism and advocated the theory of big push for solving development problems in underdeveloped countries. അപ്പോൾ അണ്ടർഡെവലപ്ഡ് കൺട്രീസിലെ ഡെവലപ്മെൻറ്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് റോസൻസ്റ്റീൻ റൊഡാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന തിയറിയാണ് ബിഗ് പുഷ് തിയറി. അപ്പം റോസൻസ്റ്റീൻ റൊഡാൻ ഗ്രാജുവലിസത്തെയൊക്കെ റെപ്യൂട്ട് ചെയ്യാണ്. ഗ്രാജുവലിസം എന്ന് പറയുമ്പോൾ എന്താ, ഈ അൺബാലൻസ്ഡ് ഗ്രോത്ത് തിയറി ഗ്രാജുവലിസമാണ് പറയുന്നത്. അതായത് ഗ്രാജുവലായിട്ട് കുറച്ച് ഇൻഡസ്ട്രീസ് സെലക്ട് ചെയ്ത് കുറച്ച് സെക്ടറുകൾ സെലക്ട് ചെയ്ത് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഗ്രാജുവലായിട്ട് ഇക്കോണമി ഗ്രാജുവലായിട്ട് ഇക്കോണമി ഡെവലപ്പ് ചെയ്യും എന്നാണ് അൺബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയിൽ പറയുന്നത്. പക്ഷേ ഇതുപോലുള്ള ഗ്രാജുവലിസത്തെ റെപ്യൂട്ട് ചെയ്തുകൊണ്ട് റോസൻസ്റ്റീൻ റൊഡാൻ പറയുന്നത് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്മെൻറ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു ബിഗ് പുഷ് ആവശ്യമാണ്. ബിഗ് പുഷ് പോളിസീസ് വേണം അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് സ്വീകരിക്കാനായിട്ട്. എങ്കിൽ മാത്രമേ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്മെൻറ്റിലേക്ക് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഗ്രാജുവൽ ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ഒന്നും പോസിബിൾ അല്ല. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബിഗ് പുഷ് ആവശ്യമാണ്, അല്ലെങ്കിൽ ബിഗ് പുഷ് പോളിസി വേണം അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് സ്വീകരിക്കാൻ. What is this big push policy? Big push highlights the need for tremendous efforts which are required to take underdeveloped countries out of stagnation at vicious circle of poverty. So Rosenstein Rodin says that underdeveloped countries are at stagnation stage. They are in stagnation at vicious circle of poverty. അണ്ടർഡെവലപ്ഡ് കൺട്രീസ് സ്റ്റാഗ്നേഷനിലാണ്. അപ്പോൾ ഈ സ്റ്റാഗ്നേഷനിൽ നിന്ന്, ഈ വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടിയുടെ ആ ഒരു സ്റ്റാഗ്നേഷനിൽ നിന്ന് ഈ അണ്ടർഡെവലപ്ഡ് കൺട്രീസിനെ റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അണ്ടർഡെവലപ്ഡ് കൺട്രീസിന് ഒരു ട്രെമൻഡസ് എഫേർട്ട് വേണം, ഒരു ഹ്യൂജ് എഫേർട്ട് വേണം. അണ്ടർഡെവലപ്ഡ് കൺട്രീസിന് ഒരു ബിഗ് പുഷ് കിട്ടണം. എങ്കിൽ മാത്രമേ ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി ബ്രേക്ക് ചെയ്ത് ഡെവലപ്മെൻറ്റിലേക്ക് മൂവ് ചെയ്യത്തുള്ളൂ. സോ ഡെവലപ്മെൻറ്റ് പ്രോസസ് ഇസ് എ സീരീസ് ഓഫ് ഡിസ്കണ്ടിന്യൂസ് ജംപ്സ് ആൻഡ് ഗ്രോത്ത് ആക്ടിവിറ്റീസ് ആർ ഫുൾ ഓഫ് ലംസ് ആൻഡ് ഡിസ്കണ്ടിന്യൂറ്റീസ്. To overcome discontinuities of growth or development process and making developing economies move on higher production frontier, a big push is needed. അപ്പോൾ റോസൻസ്റ്റീൻ റൊഡാൻ പറയുന്നത് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിസ്കണ്ടിന്യൂസ് ജമ്പാണ്. നമ്മൾ പറഞ്ഞു ഡെവലപ്മെൻറ്റിന് നമ്മൾ സ്റ്റെപ്പ് ലൈക്ക് ഒരു രീതിയിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലേ? ഈ ഒരു പോയിന്റിലാണ് ഇക്കോണമി എങ്കിൽ കുറച്ച് നാളിങ്ങനെ മൂവ് ചെയ്യും ഇക്കോണമി ഒരു സ്റ്റേജിൽ തന്നെ. പിന്നെ ഡെവലപ്മെൻറ്റ് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഒരു ഹ്യൂജ് ഒരു ചേഞ്ച് പെട്ടെന്ന് ഇക്കോണമിക്ക് ഉണ്ടാകുന്നു. ഇക്കോണമി എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുന്നു, പിന്നെ അങ്ങനെ തന്നെ മൂവ് ചെയ്യുന്നു. പിന്നെ ഒരു ചേഞ്ച് വരുമ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഡി എന്ന് പറയുന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നു. പിന്നെ ഇക്കോണമി അങ്ങനെ തന്നെ കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഡിസ്കണ്ടിന്യൂറ്റിനെ ഓവർകം ചെയ്തുകൊണ്ട് ഇക്കോണമി, അണ്ടർ ഡെവലപ്ഡ് ഇക്കോണമീസിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ ഫ്രോണ്ടിയർ, നമ്മൾ PPC കർവ് നമ്മൾ കാണാറുണ്ട്. PPC കർവ് പ്രൊഡക്ഷൻ ഫ്രോണ്ടിയർ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? PPC ഷിഫ്റ്റ് ചെയ്യുക. PPC കർവിന് ഒരു ഷിഫ്റ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, പ്രൊഡക്ഷൻ കൂടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ബിഗ് പുഷ് ആവശ്യമാണ് ഇക്കോണമിക്ക്. അപ്പോൾ ഒരു ഇക്കോണമിയിൽ ട്രെമൻഡസ് ആയിട്ടുള്ള ചേഞ്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്മെൻറ്റിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനെ വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി ബ്രേക്ക് ചെയ്ത് അതിനെ ഡെവലപ്മെൻറ്റിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ബിഗ് പുഷ് പോളിസി വേണം നമ്മൾ സ്വീകരിക്കാനായിട്ട്.
The same idea has been endorsed by Dr. P.R. Brahmananda when he commented on second 5-year plan of India. അപ്പം ഇന്ത്യയുടെ സെക്കൻഡ് 5-year പ്ലാനിൻ്റെ സമയത്ത് ബ്രഹ്മാനന്ദയും അത് തന്നെയാണ് പറഞ്ഞത്. നമുക്കറിയാം, നമ്മൾ സെക്കൻഡ് 5-year പ്ലാനിൽ അഗ്രികൾച്ചറിന് മാത്രമല്ല ഇൻഡസ്ട്രീസിനും കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അപ്പം ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ട്രമൻഡസ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്, അല്ലെങ്കിൽ ഹ്യൂജ് ആയിട്ടുള്ള ട്രമൻഡസ് ആയിട്ടുള്ള ചേഞ്ചസ് ഇക്കോണമിയിൽ ആവശ്യമാണ്, ഇക്കോണമീനെ അണ്ടർ ഡെവലപ്മെൻറ്റിൽ നിന്ന് ഡെവലപ്മെൻറ്റിലേക്ക് എത്തിക്കാനായിട്ട്. അതുതന്നെയാണ് ബ്രഹ്മാനന്ദയും പറയുന്നത്. അപ്പോൾ റോസൻസ്റ്റീൻ റൊഡാൻ പറയുന്നത് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനെ ഡെവലപ്മെൻറ്റിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ബിഗ് പുഷ് ആവശ്യമാണ്, ട്രമൻഡസ് എഫേർട്ട് ആവശ്യമാണ്. എങ്ങനെയാണ് ട്രമൻഡസ് എഫേർട്ട്? എന്താണ് ഈ ട്രമൻഡസ് എഫേർട്ട് അല്ലെങ്കിൽ ബിഗ് പുഷ് എന്ന് പറയുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫോമിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയുടെ പ്രൊപ്പൗണ്ടറാണ് റോസൻസ്റ്റീൻ റൊഡാൻ. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാ സെക്ടറിലും എല്ലാ ടൈപ്പ് ഇൻഡസ്ട്രീസിലും ഹ്യൂജായിട്ട് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ മാത്രമാണ്, അങ്ങനെ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടേംസിൽ ഒരു ബിഗ് പുഷ് ഇക്കോണമിക്ക് കൊടുക്കുമ്പോൾ മാത്രമാണ് ഇക്കോണമി അണ്ടർ ഡെവലപ്മെൻറ്റിൽ നിന്ന് അപ്പോൾ ബിഗ് പുഷ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയുടെ ഒരു എക്സ്റ്റൻഷനാണ് ബിഗ് പുഷ് തിയറി എന്ന് പറയുന്നത്. ബാലൻസ്ഡ് ഗ്രോത്ത് തിയറിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള റോസൻസ്റ്റീൻ റൊഡാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത തിയറിയാണ് ബിഗ് പുഷ് തിയറി. അപ്പോൾ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി ബ്രേക്ക് ചെയ്ത് ഡെവലപ്മെൻറ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ബിഗ് പുഷ് പോളിസീസ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് സ്വീകരിക്കണം. എന്താ ഈ ബിഗ് പുഷ് പോളിസീസ് എന്ന് പറയുന്നത്? ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ്, ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എവറി സെക്ടേഴ്സ്, അല്ലെങ്കിൽ പല ടൈപ്പ് ഇൻഡസ്ട്രീസിലുള്ള ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയിലെ പോലെ തന്നെ എല്ലാ സെക്ടറിലേക്കും ഹ്യൂജായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്ന അങ്ങനെ ഒരു ട്രമൻഡസ് എഫേർട്ട് കൺട്രീസ് എടുക്കുമ്പോഴാണ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്മെൻറ്റിലേക്ക് മൂവ് ചെയ്യുന്നത്. The concept of big push is not a new one. It is a modern version of external economies. അപ്പോൾ എക്സ്റ്റേണൽ ഇക്കോണമീസിൻ്റെ മോഡേൺ വേർഷനാണ് ബിഗ് പുഷ് തിയറി. അപ്പം ബിഗ് പുഷ് തിയറി എന്ന് പറയുന്നത് ഒരു പുതിയ തിയറി അല്ല. ബിഗ് പുഷ് തിയറി ഈസ് എ മോഡേൺ വേർഷൻ ഓഫ് എക്സ്റ്റേണൽ ഇക്കോണമീസ് വിച്ച് വാസ് ഫസ്റ്റ് പുട്ട് ഫോർവേഡ് ബൈ മാർഷൽ. നമുക്കറിയാം, മാർഷലാണ് ഈ എക്സ്റ്റേണൽ ഇക്കോണമീസ് എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു എക്സ്റ്റേണൽ ഇക്കോണമീസിൻ്റെ ഒരു മോഡേൺ വേർഷനാണ്, ഈ എക്സ്റ്റേണൽ ഇക്കോണമീസിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും ബിഗ് പുഷ് തിയറിയിൽ പറയുന്നത്. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഇക്കോണമീസിൻ്റെ മോഡേൺ വേർഷനാണ് ബിഗ് പുഷ് തിയറി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു മൈക്രോ ഇക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കണം എക്സ്റ്റേണൽ ഇക്കോണമീസ് എന്താണെന്ന്. മാർഷൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കൺസെപ്റ്റാണ് എക്സ്റ്റേണൽ ഇക്കോണമീസ്. അപ്പോൾ എക്സ്റ്റേണൽ ഇക്കോണമീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേം അല്ലെങ്കിൽ ഒരു കമ്പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ ആ ഫേമിനും കമ്പനിയുടെയൊക്കെ പുറത്ത് ആ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് എക്സ്റ്റേണൽ ഇക്കോണമീസ്. ഒരു ഫേം ഒരു റൂറൽ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ, ഒരു കമ്പനി റൂറൽ ഏരിയയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂറൽ ഏരിയയിലേക്ക് നല്ല ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ അവിടുത്തെ റോഡൊക്കെ ശരിയാക്കിയെന്ന് വരാം, അവിടെ നല്ല പ്രോപ്പറായിട്ടുള്ള ഇലക്ട്രിസിറ്റി കിട്ടിയെന്ന് വരാം, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഇമ്പ്രൂവ് ചെയ്തെന്ന് വരാം. അപ്പോൾ ഒരു കമ്പനി ഒരു റൂറൽ ഏരിയയിൽ, ഒരു ബാക്ക്വേർഡ് ഏരിയയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ആ ബാക്ക്വേർഡ് ഏരിയയിൽ പതിയെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു എക്സ്റ്റേണൽ ഇഫക്റ്റ്, ഒരു കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ, ഒരു ഫേം എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ അവിടെ ഒരു എക്സ്റ്റേണൽ ഇഫക്റ്റ് ഉണ്ടായി, അല്ലേ? അങ്ങനത്തെ ആ എക്സ്റ്റേണൽ ഇഫക്റ്റിനെ ആണ് നമ്മൾ എക്സ്റ്റേണൽ ഇക്കോണമീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ എക്സ്റ്റേണൽ ഇക്കോണമീസ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റാണ് ബിഗ് പുഷ് തിയറിയുടെ കോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ എക്സ്റ്റേണൽ ഇക്കോണമീസിൻ്റെ മോഡേൺ വേർഷനെയാണ് ബിഗ് പുഷ് തിയറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. Now let us move on to types of indivisibilities. The importance of external economies or indivisibilities was explained by Rosenstein Rodan in his article published in 1943. അപ്പോൾ ഈ ഒരു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1943ലാണ്. റോസൻസ്റ്റീൻ റൊഡാൻ 1943ലാണ് ഈ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ തിയറിയുടെ കോർ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റേണൽ ഇക്കോണമീസ് ആണ്. പക്ഷേ റോസൻസ്റ്റീൻ റൊഡാൻ എക്സ്റ്റേണൽ ഇക്കോണമീസ് എന്ന് പറയുന്ന വാക്ക് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ ഒരു ഭാഗത്തും യൂസ് ചെയ്യുന്നില്ല. അദ്ദേഹം യൂസ് ചെയ്യുന്ന വേർഡ് എന്ന് പറയുന്നത് ഇൻഡിവിസിബിലിറ്റീസ് ആണ്.
പക്ഷേ എക്സ്റ്റേണൽ ഇക്കോണമീസ് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷേ എക്സ്റ്റേണൽ ഇക്കോണമീസ് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യാതെ അദ്ദേഹം ഇൻഡിവിസിബിലിറ്റീസ് എന്ന് പറയുന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത്. സോ അക്കോർഡിംഗ് ടു റോസൻസ്റ്റീൻ റോഡാൻ ദർ ആർ 3 types of indivisibilities or 3 kinds of indivisibilities. അപ്പോൾ ബിഗ് പുഷ് തിയറിയിൽ അദ്ദേഹം 3 ടൈപ്പ് ഇൻഡിവിസിബിലിറ്റീസിൻ്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഇൻഡിവിസിബിലിറ്റി ഈസ് ഇൻഡിവിസിബിലിറ്റി ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇൻഡിവിസിബിലിറ്റി ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റേണൽ ഇക്കോണമീസ് ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ എൻജോയ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഇക്കോണമീസ് അല്ലെങ്കിൽ ഇൻഡിവിസിബിലിറ്റീസ്, അതാണ് ഫസ്റ്റ് ഇൻഡിവിസിബിലിറ്റി. First indivisibility is indivisibilities in production function, especially indivisibilities in the supply of social overhead capital, that is lumpiness of capital. അപ്പോൾ ആദ്യത്തെ ഇൻഡിവിസിബിലിറ്റി എന്ന് പറയുന്നത് ഇൻഡിവിസിബിലിറ്റീസ് ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റലിൻ്റെ സപ്ലൈനെയാണ് അദ്ദേഹം ആ ഒരു സപ്ലൈ മൂലം ഉണ്ടാകുന്നത് സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഇക്കോണമീസിനെയാണ് ഇൻഡിവിസിബിലിറ്റീസ് ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കൊണ്ട് റോസൻസ്റ്റീൻ റോഡാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഫസ്റ്റ് ഇൻഡിവിസിബിലിറ്റി, ഇൻഡിവിസിബിലിറ്റീസ് ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. സെക്കൻഡ് ഇൻഡിവിസിബിലിറ്റി ഈസ് ഇൻഡിവിസിബിലിറ്റി ഓഫ് ഡിമാൻഡ്, ദാറ്റ് ഈസ് കോംപ്ലിമെൻറ്റാരിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ രണ്ടാമത്തെ ഇൻഡിവിസിബിലിറ്റി എന്ന് പറയുന്നത് ഇൻഡിവിസിബിലിറ്റി ഓഫ് ഡിമാൻഡ്. ആൻഡ് തേർഡ് ഇൻഡിവിസിബിലിറ്റി ഈസ് ഇൻഡിവിസിബിലിറ്റീസ് ഇൻ സപ്ലൈ ഓഫ് സേവിങ്സ്. ഇങ്ങനെ 3 ഇൻഡിവിസിബിലിറ്റീസിനെ കുറിച്ചാണ് റോസൻസ്റ്റീൻ റോഡാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഡിവിസിബിലിറ്റീസ് ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഇൻഡിവിസിബിലിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് ഇൻഡിവിസിബിലിറ്റീസ് ഇൻ സപ്ലൈ ഓഫ് സേവിങ്. നൗ ഫസ്റ്റ് ലെറ്റ് us focus on indivisibilities in production function. പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ഇൻഡിവിസിബിലിറ്റീസിനെ കുറിച്ച് നമുക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ 3 കൈൻഡ്സ് ഓഫ് ഇൻഡിവിസിബിലിറ്റീസ് ആണുള്ളത്. ഇൻഡിവിസിബിലിറ്റീസ് ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഇൻഡിവിസിബിലിറ്റീസ് ഓഫ് ഡിമാൻഡ്, ഇൻഡിവിസിബിലിറ്റീസ് ഇൻ സപ്ലൈ ഓഫ് സേവിങ്. ഇതിൽ നമ്മൾ ആദ്യത്തെ ഇൻഡിവിസിബിലിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻഡിവിസിബിലിറ്റീസ് ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. Indivisibilities in production function refers to the indivisibilities of input, output and production process. അപ്പോൾ indivisibilities in production function എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിവിസിബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഇക്കോണമീസ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇൻഡിവിസിബിലിറ്റീസ് ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടും ഔട്ട്പുട്ടും ഇൻപുട്ടിലൂടെയും ഔട്ട്പുട്ടിലൂടെയും പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെയും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇൻഡിവിസിബിലിറ്റീസ്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എക്സ്റ്റേണൽ ഇക്കോണമീസിനെയാണ് ഇൻഡിവിസിബിലിറ്റീസ് ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. So indivisibilities in production function refers to indivisibilities of input, output and production process. These indivisibilities lead to increasing returns by raising output, income, employment and lowering capital output ratio. അപ്പം ഇൻഡിവിസിബിലിറ്റീസ് ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? വളരെ കുറഞ്ഞ എമൗണ്ട് ഇൻപുട്ട് യൂസ് ചെയ്ത് കൂടുതൽ ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, കൂടുതൽ ഇൻകം ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കുറയും. എന്ന് പറഞ്ഞാൽ കുറവ് ക്യാപിറ്റൽ മതി കൂടുതൽ ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കാൻ. മനസ്സിലായോ? ഒരു യൂണിറ്റ് ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് നേരത്തെ 4 യൂണിറ്റ് ക്യാപിറ്റൽ വേണമെന്നുണ്ടെങ്കിൽ ആ 4:1 എന്നുള്ള റേഷ്യോ കുറഞ്ഞ് 3:1 ആവുന്നു. 3 ക്യാപിറ്റൽ മതി, 3 യൂണിറ്റ് ക്യാപിറ്റൽ മതി 1 യൂണിറ്റ് ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കാൻ. അപ്പം ഇൻഡിവിസിബിലിറ്റി, പ്രൊഡക്ഷൻ ഇൻഡിവിസിബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഡിവിസിബിലിറ്റീസ് ഓഫ് ഇൻപുട്ട്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന എക്സ്റ്റേണൽ ഇക്കോണമീസ്, ഔട്ട്പുട്ട് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻഡിവിസിബിലിറ്റീസ്, പ്രൊഡക്ഷൻ പ്രോസസ്സ്, നല്ല മോഡേൺ പ്രൊഡക്ഷൻ പ്രോസസ്സ് നമ്മൾ നടത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഇൻഡിവിസിബിലിറ്റീസ്, ഇതിനെയൊക്കെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഇൻഡിവിസിബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഇൻഡിവിസിബിലിറ്റീസ് എങ്ങനെയാണ് വിസിബിൾ ആകുന്നത്? ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നു, എംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു, ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കുറയുന്നു. ഇതൊക്കെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഇൻഡിവിസിബിലിറ്റീസിൻ്റെ ഔട്ട്കമാണ്. Rodin regards social overhead capital as the most important instance of indivisibilities in external economies. റൊഡാൻ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റലാണ്. സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റലിൽ ഉണ്ടാകുന്ന ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഇൻഡിവിസിബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുമെന്നാണ് റൊഡാൻ പറയുന്നത്. അപ്പോൾ സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ ഏതൊക്കെയാണ്? പവർ, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഹൗസിംഗ്. അപ്പം പവർ, ട്രാൻസ്പോർട്ടേഷൻ ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ സാധാരണ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളെക്കാട്ടിലുമൊക്കെ ഒരുപാട് ഇൻഡിവിസിബിലിറ്റീസ്, ഒരുപാട് എക്സ്റ്റേണൽ ഇക്കോണമീസ് സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യുമെന്നാണ് റൊഡാൻ പറയുന്നത്. The reason being that
The expansion of social overhead capital creates investment opportunities in other industries which help in raising the level of ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റലിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ബാക്കിയുള്ള ഇൻഡസ്ട്രീസിന് ബാക്കിയുള്ള പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളെ അത് അട്രാക്റ്റ് ചെയ്യും. സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ കമ്മ്യൂണിക്കേഷൻ, പവറും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫേംസ് അങ്ങനെയുള്ള ഏരിയയിൽ ഫേംസ് ഒരുപാട് എസ്റ്റാബ്ലിഷ് ചെയ്യും. അങ്ങനെയുള്ള ഏരിയയിൽ പുതിയ പുതിയ കമ്പനീസ് വരും, പുതിയ പുതിയ ഇൻഡസ്ട്രീസ് വരും. അപ്പോൾ സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റലാണ് പ്രൊഡക്ഷൻ ഇൻഡിവിസിബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇൻഡിവിസിബിലിറ്റീസിൽ റോസൻസ്റ്റീൻ റൊഡാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റലിലാണ്. സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇൻഡിവിസിബിലിറ്റീസ് വളരെയധികം ഇൻക്രീസ് ചെയ്യുമെന്നാണ് റൊഡാൻ പറയുന്നത്. So the expansion of social overhead capital creates excess capacity whose utilization could take underdeveloped countries on higher production frontier. അപ്പോൾ നമ്മുടെ കൺട്രി സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റലിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റലിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എക്സസ് കപ്പാസിറ്റി ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റിയും ഇലക്ട്രിസിറ്റിയും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എക്സസ് കപ്പാസിറ്റി ഉണ്ട്. ആ ഫെസിലിറ്റിയൊക്കെ യൂസ് ചെയ്ത് പുതിയ പുതിയ കമ്പനീസിന് അവിടെ വളരാനുള്ള സാഹചര്യമുണ്ട്, കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ പുതിയ പുതിയ കമ്പനീസ് അവിടെ അങ്ങനെയുള്ള ഏരിയാസിൽ വന്ന് കമ്പനി തുടങ്ങും. അപ്പം ഇങ്ങനത്തെ കപ്പാസിറ്റി യൂസ് ചെയ്തുകൊണ്ട് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന് ഹയർ പ്രൊഡക്ഷൻ ഫ്രോണ്ടിയേഴ്സിലേക്ക് പോകാം, ഹയർ PPC കർവിലേക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ് റൊഡാൻ പറയുന്നത്. The main problem is that sustained economic development requires creation and expansion of SOC, which in turn requires huge amount of investment called lumpiness of capital. പക്ഷേ ഈ ഇൻഡിവിസിബിലിറ്റീസ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, റൊഡാൻ പറയുന്നത് സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ്. പക്ഷേ സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്, ലംപിനെസ് ഓഫ് ക്യാപിറ്റൽ ആവശ്യമാണ്. പക്ഷേ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ ഇതിനും മാത്രം ക്യാപിറ്റൽ ഉണ്ടോ? ഇല്ല. അതാണ് പ്രശ്നം. അപ്പം ഇൻഡിവിസിബിലിറ്റീസ് ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് ആദ്യത്തെ ഇൻഡിവിസിബിലിറ്റി. നമ്മൾ പറഞ്ഞു 3 ടൈപ്സ് ഓഫ് ഇൻഡിവിസിബിലിറ്റീസ് ആണുള്ളത്. ഫസ്റ്റ് ഇസ് ഇൻഡിവിസിബിലിറ്റീസ് ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇൻഡിവിസിബിലിറ്റീസ് ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ റെഫേഴ്സ് ടു ഇൻഡിവിസിബിലിറ്റീസ് ഓഫ് ഇൻപുട്ട്, ഔട്ട്പുട്ട് ആൻഡ് പ്രൊഡക്ഷൻ പ്രോസസ്സ്. അപ്പോൾ ഇൻപുട്ട്, ഔട്ട്പുട്ട്, പ്രൊഡക്ഷൻ പ്രോസസ്സിൽ മോഡേൺ പ്രൊഡക്ഷൻ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻഡിവിസിബിലിറ്റീസ് ആണ് ഇൻഡിവിസിബിലിറ്റീസ് ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇവിടെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റലിനാണ്. സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റലിൽ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ബാക്കിയുള്ള പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളെ അത് അട്രാക്റ്റ് ചെയ്യുകയും രാജ്യത്തിന്, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന് ഹയർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിലേക്ക് അല്ലെങ്കിൽ ഹയർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലേക്ക് മൂവ് ചെയ്യാനും സാധിക്കും. സോ ഇതാണ് നമ്മൾ ഇൻഡിവിസിബിലിറ്റീസ് ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പറയുന്നത്. Second type of indivisibility is indivisibility of demand. Indivisibility of demand generates interdependence in investment decision. അപ്പോൾ ഇൻഡിവിസിബിലിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്നത് ഇൻ്റർഡിപ്പെൻഡൻസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ ഒരു ഇൻ്റർഡിപ്പെൻഡൻസ് ഉണ്ടാക്കാനായിട്ട് ഇൻഡിവിസിബിലിറ്റി ഓഫ് ഡിമാൻഡിന് സാധിക്കും. എന്താണ് ഈ ഇൻഡിവിസിബിലിറ്റി ഓഫ് ഡിമാൻഡ്? Indivisibility of demand refers to കോംപ്ലിമെൻറ്റാരിറ്റി ഓഫ് ഡിമാൻഡ്. ഡിമാൻഡിൻ്റെ കോംപ്ലിമെൻറ്റാരിറ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു ഇൻഡിവിസിബിലിറ്റിയാണ് ഇൻഡിവിസിബിലിറ്റി ഓഫ് ഡിമാൻഡ്. കോംപ്ലിമെൻറ്റാരിറ്റി ഓഫ് ഡിമാൻഡ് നിങ്ങൾക്കറിയാം എന്താണ്? ഹ്യൂമൻ ബീയിങ്സിന് ഡൈവേഴ്സ് ആയിട്ടുള്ള വാണ്ടുകളാണുള്ളത്, അല്ലേ? ഡൈവേഴ്സ് ആയിട്ടുള്ള ആവശ്യങ്ങളാണുള്ളത്. നമുക്ക് ഫുഡ് മാത്രം പോരാ, ക്ലോത്ത് വേണം, ഫുഡ് വെയർ വേണം, വീട് വേണം, നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അപ്പം ഈ ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ആവശ്യങ്ങൾ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഇൻഡസ്ട്രീസ് ക്രിയേറ്റ് ചെയ്യണം, ഫാക്ടറീസ് ക്രിയേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രം അപ്പോഴാണ് കോംപ്ലിമെൻറ്റാരിറ്റി ഓഫ് ഡിമാൻഡ് വർക്ക് ചെയ്യുന്നത്. അതേസമയം നമ്മൾ ഒരു ഫാക്ടറി മാത്രം, ഒരു ഐറ്റം മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി മാത്രം നമ്മൾ ആ ഒരു ഫാക്ടറിയിൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫാക്ടറി ഫെയിൽ ചെയ്യുകയും അത് പൂട്ടിപ്പോവുകയും
ഡെവലപ്മെൻറ്റിലേക്ക് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന് എത്താൻ പറ്റാത്ത ഒരവസ്ഥയും വരും. അപ്പം ഹ്യൂമൻ ബീയിങ്സിൻ്റെ വാണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഡൈവേഴ്സാണ്. ഒരുപാട് ആവശ്യങ്ങൾ ഹ്യൂമൻ ബീയിങ്സിനുണ്ട്. ഈ ആവശ്യങ്ങളെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ഇൻഡസ്ട്രീസ് ക്രിയേറ്റ് ചെയ്യണം, ഒരുപാട് ഇൻഡസ്ട്രീസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. അപ്പോഴാണ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന് ഡെവലപ്മെൻറ്റിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കോംപ്ലിമെൻറ്റാരിറ്റി ഓഫ് ഡിമാൻഡിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഡിമാൻഡിൻ്റെ കോംപ്ലിമെൻറ്റാരിറ്റീനെയാണ് ഇൻഡിവിസിബിലിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവർ റോസൻസ്റ്റീൻ റോഡാൻ എക്സാമ്പിളായിട്ട് പറയുന്നത് വളരെ ഹൈലി മോഡേൺ ടെക്നോളജി യൂസ് ചെയ്യുന്ന ഒരു സിംഗിൾ ഫാക്ടറിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ മാർക്കറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ സ്മോളാണ്. ആളുകളുടെ പർച്ചേസിങ് പവർ വളരെ കുറവാണ്. അവരുടെ പെർ ക്യാപിറ്റ ഇൻകം വളരെ കുറവാണ്. അതുകൊണ്ട് ഒരു ഒറ്റ ഫാക്ടറിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ആ ഒരു ഫാക്ടറി ഒരു 50 പേർക്ക് ജോലി കൊടുക്കുമായിരിക്കും. ആ 50 പേരുടെ ഇൻകമേ ഇൻക്രീസ് ചെയ്തോളും. ആ 50 പേര് അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ചെരുപ്പ് ഫാക്ടറിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ 50 പേരുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഫുൾ ടൈം ചെരുപ്പാണോ കൺസ്യൂം ചെയ്യുന്നത്? അവർക്ക് ചെരുപ്പ് മാത്രം പോരാ, അവർക്ക് വേറെ പല ആവശ്യങ്ങളും ഉണ്ട്. ഈ 50 പേരുടെ ഇൻകം കൂടി എന്ന് പറഞ്ഞിട്ട് ഈ ചെരുപ്പ് ഫാക്ടറി ഉൽപ്പാദിപ്പിക്കുന്ന ഫുൾ ചെരുപ്പ് മേടിക്കാൻ 50 പേർക്ക് മേടിക്കാൻ പറ്റില്ല. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് വേറെ പല കാര്യങ്ങളാണ് ആവശ്യമുള്ളത്, ചെരുപ്പ് മാത്രമല്ല ആവശ്യമുള്ളത്. അപ്പം നമ്മൾ ഒരു ചെരുപ്പ് ഫാക്ടറിയിൽ മാത്രം ഫുൾ ഇൻവെസ്റ്റ് ചെയ്യാതെ, അല്ലെ ഒരു സിംഗിൾ ഫാക്ടറിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ആളുകളുടെ ഡൈവേഴ്സ് നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പല ഇൻഡസ്ട്രീസ് തുടങ്ങുക. ചെരുപ്പ്, ക്ലോത്ത്, ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രീസ്, അങ്ങനെ ഒരുപാട് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടും. അവരുടെ ആവശ്യങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പല ഇൻഡസ്ട്രീസ്, പല പ്രോഡക്റ്റുകൾ ഓൾറെഡി ഇക്കോണമിയിലുണ്ട്. അപ്പോൾ അവർ പല പ്രോഡക്റ്റുകൾ മേടിക്കും. അപ്പോൾ എല്ലാ കമ്പനീസിലുള്ള ആളുകൾ എല്ലാ കമ്പനീസിൻ്റെയും പ്രോഡക്റ്റുകൾ മേടിക്കും. അപ്പം എല്ലാ കമ്പനീസും ഡെവലപ്പ് ചെയ്യും. അല്ലാതെ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രി മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉള്ള ജീവനക്കാർക്ക് അതിൻ്റെ പ്രോഡക്റ്റുകൾ മുഴുവൻ മേടിക്കാനുള്ള സാമ്പത്തികവും കാണത്തില്ല, അതിൻ്റെ ആവശ്യവും അവർക്ക് കാണത്തില്ല. അപ്പം ആളുകളുടെ ആവശ്യമെന്ന് പറയുന്നതാണ് ഡൈവേഴ്സിഫൈഡ് നീഡ്സാണ്. ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരുപാട് ഡിമാൻഡുകളുണ്ട്, കോംപ്ലിമെൻറ്റാരിറ്റി ഡിമാൻഡുകളാണ് ഉള്ളത്. അപ്പോൾ ഈ അവരുടെ പല ആവശ്യങ്ങളെയും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള പല ഇൻഡസ്ട്രീസ് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുക, പല ഇൻഡസ്ട്രീസ് ഒരുമിച്ച് സെറ്റപ്പ് ചെയ്യുക. അപ്പോൾ പല ഇൻഡസ്ട്രീസ് സെറ്റപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടും, അവരുടെ ഇൻകം ഇൻക്രീസ് ചെയ്യും, അവർ ഈ പല ഇൻഡസ്ട്രീസിൽ നിന്ന് സാധനം മേടിക്കും. അങ്ങനെ സ്മോൾ സൈസ് ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ട് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന് സാധിക്കും. നമ്മൾ വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടിയുടെ ഡിമാൻഡ് സൈഡ് പഠിച്ചപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ എക്സ്റ്റെൻറ്റ് ഓഫ് മാർക്കറ്റാണ്. ഈ സ്മോൾ എക്സ്റ്റെൻറ്റ് ഓഫ് മാർക്കറ്റിനെ നമ്മൾ കേർബ് ചെയ്തെങ്കിൽ മാത്രമേ, സ്മോൾ എക്സ്റ്റെൻറ്റ് ഓഫ് മാർക്കറ്റിനെ ഓവർകം ചെയ്തെങ്കിൽ മാത്രമേ ഡിമാൻഡ് സൈഡിൻ്റെ, വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടിയുടെ ഡിമാൻഡ് സൈഡ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡിമാൻഡ് സൈഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഈ സ്മോൾ എക്സ്റ്റെൻറ്റ് ഓഫ് മാർക്കറ്റിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. സ്മോൾ എക്സ്റ്റെൻറ്റ് ഓഫ് മാർക്കറ്റിനെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു സിംഗിൾ ഫാക്ടറിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ പല ഫാക്ടറീസിൽ, പല ഇൻഡസ്ട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടും, അവർക്ക് ഇൻകം കിട്ടും, അവർ എല്ലാ ഫാക്ടറീസിൻ്റെയും പ്രോഡക്റ്റുകൾ മേടിക്കും. സോ വാട്ട് ഈസ് റിക്വയർഡ് ഈസ് സൈമൾട്ടേനിയസ് സെറ്റിംഗ് അപ്പ് ഓഫ് interrelated industries so that people working in these industries become consumers of one another's product and the output of all of them may be sold. അപ്പം ഒരുപാട് ഇൻഡസ്ട്രീസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഒരുപാട് ഇൻഡസ്ട്രീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ആ ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്നവർ തന്നെ, അപ്പോൾ ഇൻഡിവിസിബിലിറ്റീസ് ഓഫ് ഡിമാൻഡിനകത്ത് എന്താ പറയുന്നത്? ഡിമാൻഡിൻ്റെ കോംപ്ലിമെൻറ്റാരിറ്റീസ് ആണ് പറയുന്നത്. ആളുകൾക്ക് ഒരുപാട് വാണ്ട്സ് ഉണ്ട്. ഒരു ഷൂ മാത്രമല്ല അവരുടെ വാണ്ട് എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രോഡക്റ്റ് അവർക്ക് ആവശ്യമുണ്ട്. അപ്പം ആ പ്രോഡക്റ്റുകളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രീനെ ഫോക്കസ് ചെയ്യാതെ എല്ലാ ഇൻഡസ്ട്രീസിലും ഒരേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുമ്പോഴാണ് ഇക്കോണമി അണ്ടർ ഡെവലപ്മെൻറ്റിൽ നിന്ന് ഡെവലപ്മെൻറ്റിലേക്ക് പോകുന്നത്.
നിങ്ങളിത് ബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയുടെ, ഞാൻ പറഞ്ഞല്ലോ ബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയുടെ ഒരു എക്സ്റ്റൻഷനാണ് ഈ ബിഗ് പുഷ് തിയറി എന്ന് പറയുന്നത്. ബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയിൽ ഇത് തന്നെയല്ലേ പറയുന്നത്, ഒരു ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ പല ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇവിടെ വേറൊരു പേര് കൊടുത്ത് ഇൻഡിവിസിബിലിറ്റീസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഇൻഡിവിസിബിലിറ്റിയിൽ ഈ ബാലൻസ്ഡ് ഗ്രോത്തിൻ്റെ ഈ വേർഷനെ അവർ പറഞ്ഞു വെക്കുകയാണ്, റോസൻസ്റ്റീൻ റൊഡാൻ പറഞ്ഞു വെക്കുകയാണ്. സോ ഒരു ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ പല ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടും. അവർ ഈ പറയുന്ന സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഇൻഡസ്ട്രിയുടെയൊക്കെ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യും. അങ്ങനെ ഇൻഡസ്ട്രീസിൻ്റെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാനും അവരുടെ ഗുഡ്സ് ഡിമാൻഡ് ചെയ്യാനും ആളുകളാകും. സ്മോൾ എക്സ്റ്റെൻറ്റ് ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇഷ്യൂ ഓവർകം ചെയ്യാനായിട്ട് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന് സാധിക്കും. ആ ഇഷ്യൂ ഓവർകം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്മെൻറ്റിലേക്ക് മൂവ് ചെയ്യും. Now let us move on to third type of indivisibility. Indivisibility in the supply of savings. അടുത്ത ഇൻഡിവിസിബിലിറ്റി ആണ് ഇൻഡിവിസിബിലിറ്റി ഇൻ ദി സപ്ലൈ ഓഫ് സേവിങ്സ്. From the concept of vicious circle of poverty, it is clear that underdeveloped countries suffer from low level of savings due to low level of income. അപ്പോൾ സേവിങ്സ് കുറവാണ്. നമുക്കെല്ലാവർക്കും അറിയാം അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ സേവിങ്സ് കുറവാണ്. വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സേവിങ്സ് കുറവാണ്. സേവിങ്സ് കുറയാനുള്ള കാരണം എന്താണ്? ഇൻകം കുറവാണ്, അതുകൊണ്ട് സേവിങ്സ് കുറവാണ്. ഈ സേവിങ്സ് ആണ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ സേവിങ്സ് കുറവായതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും കുറവാണ്. അപ്പം അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഇൻകം വളരെ കുറവാണ്. ഇൻകം കുറവായതുകൊണ്ട് തന്നെ സേവിങ്സ് കുറവാണ്. സേവിങ്സ് ആണ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റും കുറവാണ്. അപ്പോൾ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പല ഇൻഡസ്ട്രീസിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം, അല്ലെങ്കിൽ എല്ലാ സെക്ടറിലും ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്താണ് ആവശ്യം? സേവിങ്സ് ഇൻക്രീസ് ചെയ്യണം. സേവിങ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻകം ഇൻക്രീസ് ചെയ്താലേ സേവിങ്സ് ഇൻക്രീസ് ചെയ്തുള്ളൂ. ഈ ഇൻകത്തെ ഇൻക്രീസ് ചെയ്യാനായിട്ട് എന്താണ്? നമ്മൾ എക്സ്റ്റേണൽ സോഴ്സസിൽ നിന്നോ എവിടുന്നെങ്കിലും നമ്മൾ ഇൻകം കണ്ടെത്തി അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇൻഡിവിസിബിലിറ്റീസ് ഇൻ സപ്ലൈ ഓഫ് സേവിങ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സേവിങ്സ് ഇൻക്രീസ് ചെയ്യണം. സേവിങ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇനീഷ്യലി നമ്മൾ ഫോറിൻ എയ്ഡോ ഇല്ലെങ്കിൽ എവിടുന്നെങ്കിലും നമ്മൾ ഫണ്ട് കണ്ടെത്തി നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം, പല ഇൻഡസ്ട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ആളുകളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യും, സേവിങ് ഇൻക്രീസ് ചെയ്യും. ഫ്യൂച്ചറിൽ എന്താണ്? ഡെവലപ്മെൻറ്റ് നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. സേവിങ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻകം ഇൻക്രീസ് ചെയ്യണം. ഈ ഇൻകം ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഫോറിൻ ഫണ്ടുകൾ കളക്ട് ചെയ്തോ ഒക്കെ നമ്മളെന്താണ്? ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇൻകം ഇൻക്രീസ് ചെയ്യാനും സേവിങ് ഇൻക്രീസ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. അപ്പം സേവിങ് നമുക്കൊന്ന് കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താണ്? ഫർദർ ഇക്കോണമി ഡെവലപ്മെൻറ്റിലേക്ക് തന്നെ, ഡെവലപ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് ഡെവലപ്മെൻറ്റ് പാത്തിലൂടെ തന്നെ മൂവ് ചെയ്യും. അപ്പം കൺട്രിയുടെ ഡെവലപ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, ഡെവലപ്മെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഡെവലപ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്യണം. ഡെവലപ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സേവിങ്സ് ഇൻക്രീസ് ചെയ്യണം. അതാണ് ഇൻഡിവിസിബിലിറ്റി ഇൻ ദി സപ്ലൈ ഓഫ് സേവിങ്സിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ സേവിങ്സ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ വീണ്ടും എന്താണ്? എല്ലാ വൈഡ് റേഞ്ച് ഓഫ് ഇൻഡസ്ട്രീസിൽ നമ്മൾ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ടുവരണം. 3 പ്രധാനപ്പെട്ട ഇൻഡിവിസിബിലിറ്റീസിനെ കുറിച്ചാണ് റോസൻസ്റ്റീൻ റൊഡാൻ സംസാരിക്കുന്നത്. ഫസ്റ്റ് ഈസ് ഇൻഡിവിസിബിലിറ്റീസ് ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇൻഡിവിസിബിലിറ്റീസ് ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെയൊക്കെ ഇക്കോണമിക്ക് കിട്ടുന്ന ഇൻഡിവിസിബിലിറ്റീസ്, അല്ലെ ഇക്കോണമിയിൽ ഉണ്ടാകുന്ന എക്സ്റ്റേണൽ ഇക്കോണമീസിനെയാണ് ഇൻഡിവിസിബിലിറ്റീസ് ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഡിവിസിബിലിറ്റീസ് കൊണ്ടുവരുന്ന മേഖല എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റലാണ്. ഓക്കെ. സെക്കൻഡ് ഈസ് ഇൻഡിവിസിബിലിറ്റി ഓഫ് ഡിമാൻഡ്. ഇൻഡിവിസിബിലിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ കോംപ്ലിമെൻറ്റാരിറ്റി ഓഫ് ഡിമാൻഡാണ്. പല ആവശ്യങ്ങളുണ്ട് ആളുകൾക്ക്. അപ്പോൾ ഈ ആവശ്യങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന പല ഇൻഡസ്ട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെ ഒരു ഫാക്ടറിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ എല്ലാ ഇൻഡസ്ട്രീസിലും ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നുകൊണ്ട് സ്മോൾ എക്സ്റ്റെൻറ്റ് ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്ത് ഇക്കോണമി അണ്ടർ ഡെവലപ്മെൻറ്റിൽ നിന്ന് ഡെവലപ്മെൻറ്റിലേക്ക് മൂവ് ചെയ്യണം. ഇതാണ് ഇൻഡിവിസിബിലിറ്റി ഓഫ് ഡിമാൻഡ്. തേർഡ് ഈസ് ഇൻഡിവിസിബിലിറ്റി ഇൻ ദ സപ്ലൈ ഓഫ് സേവിങ്സ്. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ സേവിങ്സ് കുറവാണ്. സേവിങ്സ് കുറവായതുകൊണ്ട് തന്നെ എന്താണ്?
സേവിങ്സ് കൂട്ടണം, ഇൻകം കൂട്ടണം എന്നുണ്ടെങ്കിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാ ഇൻഡസ്ട്രീസിലും, വൈഡ് റേഞ്ച് ഓഫ് ഇൻഡസ്ട്രീസിലും ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം. ഇതാണ് റോസൻസ്റ്റീൻ റൊഡാൻ പറയുന്ന പ്രധാനപ്പെട്ട 3 ഇൻഡിവിസിബിലിറ്റീസ്. Now let us move on to other indivisibilities. റോസൻസ്റ്റീൻ റൊഡാൻ പ്രധാനമായിട്ട് 3 ഇൻഡിവിസിബിലിറ്റീസ് ആണ് പറയുന്നത്. അല്ലാതെ അദ്ദേഹം കുറച്ച് മറ്റ് ചില കാര്യങ്ങൾക്കും കൂടെ അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. Now let us focus on other indivisibilities discussed by Rosenstein Rodan. Besides these 3 indivisibilities, another important factor connected with the development is the creation of psychological indivisibilities. അപ്പോൾ ഈ 3 ഇൻഡിവിസിബിലിറ്റീസ് കഴിഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്, റോസൻസ്റ്റീൻ റൊഡാൻ പ്രാധാന്യം കൊടുക്കുന്നത് സൈക്കോളജിക്കൽ ഇൻഡിവിസിബിലിറ്റീസിനാണ്. എന്താ ഈ സൈക്കോളജിക്കൽ ഇൻഡിവിസിബിലിറ്റീസ്? സൈക്കോളജിക്കൽ ഇൻഡിവിസിബിലിറ്റീസ് ഇംപ്ലൈസ് a proper psychological environment conducive to economic development. അപ്പം പ്രോപ്പറായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ എൻവയോൺമെൻറ്റിനെയാണ് സൈക്കോളജിക്കൽ ഇൻഡിവിസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ എൻവയോൺമെൻറ്റ് രാജ്യത്ത് ആവശ്യമാണ്. ആളുകൾ ഡെവലപ്മെൻറ്റിനെ വെൽക്കം ചെയ്യുന്ന ആളുകളായിരിക്കണം. ഇപ്പം നമ്മൾ കമ്പ്യൂട്ടറൈസേഷൻ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ആളുകളുടെ ജോലി പോകും, അല്ലെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടറൈസേഷനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മാനസിക അവസ്ഥ ആളുകൾക്കില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ഡെവലപ്മെൻറ്റ് വരാനായിട്ട് താമസിക്കും. അപ്പം ഒരു നല്ല പ്രോപ്പറായിട്ടുള്ള സൈക്കോളജിക്കൽ എൻവയോൺമെൻറ്റ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് ആവശ്യമാണ്. അപ്പോൾ ആളുകളുടെ മെൻറ്റാലിറ്റി മാറ്റണം. അപ്പോൾ ഡെവലപ്മെൻറ്റിനെ വെൽക്കം ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു മെൻറ്റാലിറ്റി ആളുകളിൽ ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന് ഡെവലപ്മെൻറ്റിലേക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള സൈക്കോളജിക്കൽ എൻവയോൺമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന് ഡെവലപ്മെൻറ്റിലേക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ എൻവയോൺമെൻറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഡിവിസിബിലിറ്റിയാണ് സൈക്കോളജിക്കൽ ഇൻഡിവിസിബിലിറ്റീസ്. അപ്പോൾ ഡെവലപ്മെൻറ്റിനെ വെൽക്കം ചെയ്യുന്ന രീതിയിലുള്ള എൻവയോൺമെൻറ്റാണ് സൈക്കോളജിക്കൽ ഇൻഡിവിസിബിലിറ്റിയിൽ റോസൻസ്റ്റീൻ റൊഡാൻ പറയുന്നത്. അപ്പോൾ റോസൻസ്റ്റീൻ റൊഡാൻ ഡിസ്കസ് ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട ഇൻഡിവിസിബിലിറ്റീസ് in production function, indivisibilities in demand, and indivisibility in the supply of savings. And he also discussed about some other indivisibilities like psychological indivisibilities. അപ്പോൾ ഇതാണ് തിയറിയുടെ എസെൻസ് എന്ന് പറയുന്നത്. Now let us move on to basic requirements of big push theory. ഈ ബിഗ് പുഷ് തിയറി പോസിബിൾ ആകാൻ വേണ്ടുന്ന ബേസിക് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് റിക്വയർമെൻറ്റ് ഇസ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. So government's role is highlighted in big push theory. ഗവൺമെൻറ്റിൻ്റെ റോളിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ ഇൻഡിവിസിബിലിറ്റി ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പം അവിടെ സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റലിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഈ സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ ആരെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഗവൺമെൻറ്റാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എല്ലാ ടൈപ്പ് ഇൻഡസ്ട്രിയിലും ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. എല്ലാ ടൈപ്പ് ഇൻഡസ്ട്രിയിലും ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരികയും റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് ആരാണ്? ഗവൺമെൻറ്റാണ്. എങ്കിൽ മാത്രമല്ലേ ഒരുപോലെ എല്ലാ ഇൻഡസ്ട്രിയിലും ഇൻവെസ്റ്റ്മെൻറ്റ് വരത്തുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇസ് ദി ബേസിക് റിക്വയർമെൻറ്റ്സ് ഇൻ വൺ ഓഫ് ദ ബേസിക് റിക്വയർമെൻറ്റ്സ് ഇൻ ബിഗ് പുഷ് തിയറി. അപ്പോൾ ആദ്യത്തെ ഒരു ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഇൻ്റർവെൻഷനാണ്. സെക്കൻഡ് ഇസ് സേവിങ്സ്. ബിഗ് പുഷ് തിയറി ഗിവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു സേവിങ്സ്. അതാണ് ഒരു ഇൻഡിവിസിബിലിറ്റി എന്ന് പറയുന്നത്. ഇൻഡിവിസിബിലിറ്റി ഇൻ ദ സപ്ലൈ ഓഫ് സേവിങ് ആണ്. സേവിങ്ങിന് ഇൻഡിവിസിബിലിറ്റി കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടത്? ഇൻറ്റേർണൽ എക്സ്റ്റേണൽ സോഴ്സസിൽ നിന്ന് ഇൻകം കണ്ടെത്തി സേവ് ചെയ്യണം. ഫോറിൻ ലോൺസോ ഗ്രാൻസോ ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യുകയും ഇൻകം ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുകയും അത് കഴിഞ്ഞ് എന്താണ് സേവിങ് ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പം അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന് ഡെവലപ്മെൻറ്റിലേക്ക് എത്തി ആ ഡെവലപ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സേവിങ്സ് ആവശ്യമാണ്. സോ സെക്കൻഡ് ബേസിക് റിക്വയർമെൻറ്റ്സ് ഡിസ്കസ്ഡ് ഇൻ ബിഗ് പുഷ് തിയറി ഈസ് സേവിങ്സ്. തേർഡ് ഈസ് ഫോറിൻ ക്യാപിറ്റൽ. Foreign capital is important for promoting industrialization in the underdeveloped countries. Underdeveloped countries-നെ നമ്മൾ പറഞ്ഞു കോംപ്ലിമെൻറ്റാരിറ്റി ഓഫ് ഡിമാൻഡിൽ അല്ലെങ്കിൽ ഇൻഡിവിസിബിലിറ്റീസ് ഓഫ് ഡിമാൻഡിൽ നമ്മൾ പറയുന്നത് എന്താണ്? എല്ലാ ടൈപ്പ് ഇൻഡസ്ട്രിയിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ്.
അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഫോറിൻ ക്യാപിറ്റൽ ആവശ്യമാണ്. നമ്മൾ ഫോറിൻ ടെക്നോളജിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ഈ പറയുന്ന ഇൻഡസ്ട്രിയലൈസേഷന് വേണ്ടുന്ന മെഷീനറീസ് ഒക്കെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം ഈ മെഷീനറീസ് ഒക്കെ ഫോറിൻ കൺട്രീസിൽ നിന്ന് മേടിക്കാനായിട്ട് അവർക്ക് പൈസ ഉണ്ടാകത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യണം, ഫോറിൻ ക്യാപിറ്റലിനെ ഇൻവെസ്റ്റ് ചെയ്യണം, ഫോറിൻ ഫണ്ടുകളെ ഇൻവെസ്റ്റ് ചെയ്യണം, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ അട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ ഫോറിൻ ക്യാപിറ്റൽ ഈസ് അനദർ ബേസിക് റിക്വയർമെൻറ്റ് ഓഫ് ബിഗ് പുഷ് തിയറി. നെക്സ്റ്റ് റിക്വയർമെൻറ്റ് ഇസ് ഫോറിൻ ട്രേഡ്. ഫോറിൻ ട്രേഡിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ കൺട്രീസ് ഫോറിൻ ട്രേഡിന് വേണ്ടി അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഓപ്പൺ അപ്പ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നാണ് ബിഗ് പുഷ് തിയറിയിൽ പറയുന്നത്. അതായത് ഈ പെട്ടെന്ന് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്നോളജിയും അതുപോലെ തന്നെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സൊക്കെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, നല്ല ഒരു ട്രേഡ് റിലേഷൻഷിപ്പ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന് ആവശ്യമാണ്. സോ ഫോറിൻ ട്രേഡ് ഈസ് അനദർ ബേസിക് റിക്വയർമെൻറ്റ് ഓഫ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. Requirement of the big push theory. Yet another requirement is necessity of state action even after big push. നമ്മളൊരു ബിഗ് പുഷ് അല്ലെങ്കിൽ ഒരു ഹെവി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, എല്ലാ സെക്ടറിലും ഹെവി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുമ്പോൾ, ഇക്കോണമിയിൽ ഒരു ട്രമൻഡസ് ആയിട്ടുള്ള എഫേർട്ട് കൊണ്ടുവരുമ്പോൾ, ട്രമൻഡസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുമ്പോൾ, ബിഗ് പുഷ് ഇക്കോണമിക്ക് കൊടുക്കുമ്പോൾ ഇക്കോണമി ഡെവലപ്മെൻറ്റിലേക്ക് എത്തും. എന്നിട്ട് ആ ഡെവലപ്മെൻറ്റിനെ നമ്മൾ സസ്റ്റെയിൻ ചെയ്യണം. ആ ഡെവലപ്മെൻറ്റ് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിഗ് പുഷിന് ശേഷവും ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ആവശ്യമാണ്, സ്റ്റേറ്റിൻ്റെ ആക്ഷൻസ് ആവശ്യമാണ്. സോ ബേസിക് റിക്വയർമെൻറ്റ്സ് ഓഫ് ബിഗ് പുഷ് തിയറി ഏതൊക്കെയാണ്? ബിഗ് പുഷ് തിയറിയുടെ ബേസിക് റിക്വയർമെൻറ്റ്സ്: ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ആവശ്യമാണ്, സേവിങ്സ് ആവശ്യമാണ്. സേവിങ്സ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻകം ഇൻക്രീസ് ചെയ്യണം. ഇൻകം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്താ, ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം. ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? ഫോറിൻ ലോൺസോ ഗ്രാൻസോ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും ഇന്റേണൽ സോഴ്സ് കൺട്രിയുടെ അകത്തു നിന്നുള്ള സോഴ്സ്. എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ ഫോറിൻ ഗ്രാൻസും ലോൺസും ഫോറിൻ എക്സ്ചേഞ്ചിൽ ഫോറിൻ മാർക്കറ്റിൽ നിന്നൊക്കെ ലോൺസും കാര്യങ്ങളും ഫണ്ടും ഒക്കെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ഇൻകം ഇൻക്രീസ് ചെയ്യണം, സേവിങ് ഇൻക്രീസ് ചെയ്യണം. സേവിങ് ഇൻക്രീസ് ചെയ്താൽ മാത്രമേ ഉണ്ടായ ഡെവലപ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന് സാധിക്കത്തുള്ളൂ. അപ്പം ബിഗ് പുഷ് തിയറിയുടെ ബേസിക് റിക്വയർമെൻറ്റ്സിൽ ഒന്നാണ് സേവിങ്സ്, ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, ഫോറിൻ ക്യാപിറ്റൽ ആവശ്യമാണ്, ഫോറിൻ ട്രേഡ് ഉണ്ടെങ്കിലേ ടെക്നോളജിയും അതുപോലെ തന്നെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചറും മെഷീനറീസും ഒക്കെ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ദെൻ നെസസിറ്റി ഓഫ് സ്റ്റേറ്റ് ആക്ഷൻ ഈവൻ ആഫ്റ്റർ ബിഗ് പുഷിന് ശേഷവും എന്താണ്, ആ ഡെവലപ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സ്റ്റേറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ആവശ്യമാണ്. ഓക്കെ, സോ ദീസ് ആർ ദ ബേസിക് റിക്വയർമെൻറ്റ്സ് ഓഫ് ബിഗ് പുഷ് തിയറി. Now let us move on to critical appraisal. The theory of big push has been criticized by Clement, H.S. Ellis and Jacob Weiner on the plea that this theory creates more problem than it solves. അപ്പം ഈ മിൻറ്റും എല്ലസും ജേക്കബ് വൈനറും ഒക്കെ ബിഗ് പുഷ് തിയറിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് ഈ തിയറി സോൾവ് ചെയ്യുന്ന പ്രോബ്ലത്തിനെക്കാട്ടിലും കൂടുതൽ പ്രോബ്ലംസ് ഈ തിയറി മൂലം ഉണ്ടാകുന്നുണ്ടെന്നാണ്. അപ്പോൾ ഈ തിയറിയുടെ ക്രിറ്റിസിസംസിനെ നമുക്കൊന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ്, ദിസ് തിയറി സ്ട്രെസ്സസ് ദ നീഡ് ഓഫ് big efforts and huge quantum of investment, but it neglects the problem of shortages. അപ്പോൾ ബിഗ് പുഷ് തിയറിയിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. എല്ലാ ഇൻഡസ്ട്രീസിലും എല്ലാ സെക്ടേഴ്സിലും ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഈ ബാലൻസ്ഡ് ഗ്രോത്ത് തിയറി പറയുന്ന അതേ കാര്യമാണ് ബിഗ് പുഷ് തിയറിയും പറയുന്നത്. കാരണം ബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയുടെ ഒരു പ്രൊപ്പൗണ്ടറാണ് റോസൻസ്റ്റീൻ റോഡാൻ. അദ്ദേഹം ആ തിയറിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തിയറിയാണ് ബിഗ് പുഷ് തിയറി. അപ്പം അതിൽ റോസൻസ്റ്റീൻ റോഡാൻ പറയുന്നത് എന്താണ്? ഭയങ്കര വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, എല്ലാ സെക്ടറിലും ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം, എല്ലാ ഇൻഡസ്ട്രീസിലും, ഒരു ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ എല്ലാ ഇൻഡസ്ട്രീസിലും ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഒരുപാട് റിസോഴ്സസ് ആവശ്യമാണ്. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ റിസോഴ്സസ് കുറവാണ്, ഓൺടർപ്രണേഴ്സ് കുറവാണ്, സ്കിൽഡ് ലേബറേഴ്സ് കുറവാണ്. ഇതാണ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആയിട്ട് നിർത്താനുള്ള കാരണം. ഈ റിസോഴ്സസ് കുറവാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം.
അത് കൺസിഡർ ചെയ്യാത്ത, അവരുടെ ഇല്ലായ്മകളെ കൺസിഡർ ചെയ്യാത്ത ഒരു തിയറിയാണ് ബിഗ് പുഷ് തിയറി എന്ന് പറയുന്നത്. സെക്കൻഡ് ക്രിറ്റിസിസം, ബിഗ് പുഷ് തിയറി envisages the simultaneous development of complementary industries which in turn could increase volume of employment and expansion of effective demand. Such a strategy in long run may induce inflation. Another problem is ഇൻഫ്ലേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്നുള്ളതാണ് അടുത്ത ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം ബിഗ് പുഷ് തിയറിയിൽ പറയുന്നത് എന്താണ്? കോംപ്ലിമെൻ്ററി ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ പല ഇൻഡസ്ട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എല്ലാ ഇൻഡസ്ട്രീസിലും ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് ബിഗ് പുഷ് തിയറി പറയുന്നത്. അങ്ങനെ എല്ലാ ഇൻഡസ്ട്രീസിലും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് റണ്ണിൽ അത് ഇൻഫ്ലേഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഡെവലപ്മെൻറ്റിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്ന് കഴിയുമ്പോഴെന്താണ് ഇൻഫ്ലേഷൻ ഇഷ്യൂസ് ഭയങ്കരമായിട്ട് ഹെഡപ്പ് ചെയ്യും. അപ്പോൾ അത് ഒരു വലിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് യാതൊരു മെക്കാനിസവും ബിഗ് പുഷ് തിയറിയിൽ പറയുന്നില്ല. തേർഡ് ക്രിറ്റിസിസം, possibility of external diseconomies was perhaps not visualized by the author of Big Push. അപ്പോൾ റോസൻസ്റ്റീൻ റൊഡാൻ എക്സ്റ്റേണൽ ഇക്കോണമീസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ ഇൻഡിവിസിബിലിറ്റി എന്ന് പറയുന്നതെല്ലാം എന്താണ്? എക്സ്റ്റേണൽ ഇക്കോണമിയാണ്. ഒരു ഫാക്ടറി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫേം ഉണ്ടാകുമ്പോൾ ആ ഫേം അതിൻ്റെ പുറത്തേക്ക് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് ഇമ്പാക്റ്റാണ് എക്സ്റ്റേണൽ ഇക്കോണമീസ്. ഈ എക്സ്റ്റേണൽ ഇക്കോണമീസ് പോലെ തന്നെ എക്സ്റ്റേണൽ ഡിസിക്കോണമീസും ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൽ ഉണ്ടാവും. ഒരു ഫാക്ടറി നമ്മൾ ഒരു റൂറൽ ഏരിയയിൽ നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവിടെ എക്സ്റ്റേണൽ ഡിസിക്കോണമീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പോസിറ്റീവ് ഇഫക്റ്റ് മാത്രമല്ല, എക്സ്റ്റേണൽ ഡിസിക്കോണമീസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഇഫക്റ്റാണ്. നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാവും. എന്താ പറയുക, ഒരു കെമിക്കൽ ഫാക്ടറി, ഒരു കെമിക്കൽ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി റൂറൽ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ എന്താ, വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു പ്ലൈവുഡ് ഫാക്ടറിയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ എന്താണ്, എയർ പൊല്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡിസിക്കോണമീസും ക്രിയേറ്റ് ചെയ്യപ്പെടാം. പക്ഷേ ഈ എക്സ്റ്റേണൽ ഡിസിക്കോണമീസിനെ കുറിച്ച് റോസൻസ്റ്റീൻ റൊഡാൻ ബോധോടെയല്ല, അദ്ദേഹം അങ്ങനെ ഒരു പോസിബിലിറ്റീസിനെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല. അതാണ് ഈ തിയറിയുടെ മറ്റൊരു ക്രിറ്റിസിസം. Another important criticism of this theory is that the theory of Big Push emphasizes on lumpiness of investment in different industries such as capital good industries, consumer good industries, social overhead capital, etc. But it ignores the development of agricultural sector. അപ്പോൾ ഈ ബിഗ് പുഷ് തിയറിയിൽ പ്രധാനമായിട്ട് നമ്മൾ എപ്പോഴും എന്താണ്, കോംപ്ലിമെൻറ്റാരിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻഡസ്ട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, കൺസ്യൂമർ ഗുഡ് ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻഡിവിസിബിലിറ്റീസ് ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് യാതൊരു കാര്യം ഈ തിയറിയിൽ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിനെ ഈ തിയറി ഇഗ്നോർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അത് തന്നെ ഈ തിയറിയുടെ ഒരു ക്രിറ്റിസിസമാണ്. കാരണം അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ കൂടുതൽ ആളുകൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അഗ്രികൾച്ചറിനെയാണ്. അപ്പോൾ ഈ അഗ്രികൾച്ചർ സെക്ടറിനെ ഇഗ്നോർ ചെയ്തുകൊണ്ടൊരു ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മെജോറിറ്റീനെ ഇഗ്നോർ ചെയ്തുകൊണ്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ്. അപ്പം അതാണ് ഈ ഒരു തിയറിയുടെ മറ്റൊരു ക്രിറ്റിസിസം. ലാസ്റ്റ് ക്രിറ്റിസിസം, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കോർഡിനേറ്റ് വേരിയസ് കോംപ്ലെക്സ് ഡെവലപ്മെൻറ്റ് പ്ലാൻ സ്റ്റാർട്ടഡ് അണ്ടർ ദി ബാനർ ഓഫ് ബിഗ് പുഷ്. അപ്പോൾ ഈ ബിഗ് പുഷ് തിയറിയിൽ പറയുന്ന ഡെവലപ്മെൻറ്റ് പ്ലാൻസ്, ഈ ഗവൺമെൻറ് ആണ് ഡെവലപ്മെൻറ്റ് പ്ലാൻസ് ഉണ്ടാക്കി ഗവൺമെൻറ് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്ത് ഗവൺമെൻറ് ഇൻ്റർവെൻഷനാണ് ബിഗ് പുഷ് തിയറിയിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞു ബേസിക് റിക്വയർമെൻറ്റിൽ ആദ്യം വരുന്നത് എന്താണ്, ഗവൺമെൻറ് ഇൻ്റർവെൻഷനാണ്. ബിഗ് പുഷിന് മുമ്പും ബിഗ് പുഷിന് ശേഷവും ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ വളരെ ക്രിട്ടിക്കലാണെന്നാണ് ബിഗ് പുഷ് തിയറിയിൽ പറയുന്നത്. പക്ഷേ ഈ കോംപ്ലെക്സ് ആയിട്ടുള്ള എല്ലാ ഇൻഡസ്ട്രീസിനും ഡെവലപ്പ് ചെയ്യണം, എല്ലാ സെക്ടേഴ്സും ഡെവലപ്പ് ചെയ്യണം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ കോംപ്ലെക്സ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് പ്ലാൻ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ ബിഗ് പുഷ് തിയറി പറയുന്ന ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ്. ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ബിഗ് പുഷ് തിയറിയുടെ ക്രിറ്റിസിസംസ്. എന്താണ്, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ റിസോഴ്സസ് ഷോർട്ടേജാണ്, റിസോഴ്സസ് കുറവാണ്. അവരുടെ ആ റിസോഴ്സസ് കുറവായതുകൊണ്ട് തന്നെ എന്താണ്, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പൈസ ഇല്ല. അതിന് ആ ഒരു ഇല്ലായ്മയെ കൺസിഡർ ചെയ്യാത്ത ഒരു തിയറിയാണ്. എല്ലായിടത്തും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തോ എന്ന് പറയുന്ന ഒരു തിയറിയാണ്. അല്ലാതെ എങ്ങനെ ഫണ്ട് കണ്ടെത്തും,
അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ റിസോഴ്സസ് ഇല്ല, അവരെങ്ങനെ ഫണ്ട് കണ്ടെത്തും എന്ന് പ്രോപ്പറായിട്ടൊരു ഗൈഡ് ലൈൻസ് കൊടുക്കാത്തൊരു തിയറിയാണ് ബിഗ് പുഷ് തിയറി. സെക്കൻഡ്, കോംപ്ലിമെൻ്ററി ഇൻഡസ്ട്രീസിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ കോംപ്ലിമെൻ്ററി ഇൻഡസ്ട്രീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ദാറ്റ് വിൽ ക്രിയേറ്റ് ഇൻഫ്ലേഷൻ ഇൻ ലോങ് റൺ. തേർഡ്, the theory ignores external diseconomies. Fourth criticism, the theory ignores development of agricultural sector. And fifth criticism, it is very difficult to coordinate the various complex development plans started under the banner of big push. അപ്പോൾ കോർഡിനേഷൻ ഇഷ്യൂസ് ഈ ഒരു തിയറിയിൽ ഉണ്ടാകാനുള്ള, തിയറി ഫോളോ ചെയ്യുന്ന കൺട്രീസിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയുടെ ക്രിറ്റിസിസംസ്. അപ്പോൾ ബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയിൽ എന്താണ്, ബിഗ് പുഷ് തിയറിയുടെ ക്രിറ്റിസിസംസ്. ഈ ബിഗ് പുഷ് തിയറി എന്ന് പറയുന്നത് ബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയുടെ എക്സ്റ്റൻഷനാണ്. ബാലൻസ്ഡ് ഗ്രോത്ത് തിയറിനെ സപ്പോർട്ട് ചെയ്ത റോസൻസ്റ്റീൻ റൊഡാൻ എന്ന് പറയുന്ന എക്കണോമിസ്റ്റാണ് ഈ ഒരു ബിഗ് പുഷ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ബിഗ് പുഷ് തിയറിയിൽ 1943 ഈ തിയറി വരുന്നത്. അപ്പോൾ ഈ തിയറി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇക്കോണമീസിൻ്റെ മോഡേൺ വേർഷനാണ്. മാർഷനാണ് എക്സ്റ്റേണൽ ഇക്കോണമീസ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കൺസെപ്റ്റിനെ ഒന്ന് മോഡേണൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു തിയറിയാണ് ബിഗ് പുഷ് തിയറി. അപ്പോൾ അദ്ദേഹം 3 ടൈപ്പ് ഇൻഡിവിസിബിലിറ്റീസ്, റൊഡാൻ എക്സ്റ്റേണൽ ഇക്കോണമീസ് എന്നുള്ള ഒരു വാക്ക് യൂസ് ചെയ്യുന്നില്ല, ഇൻഡിവിസിബിലിറ്റീസ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പം റൊഡാൻ 3 ടൈപ്പ് ഇൻഡിവിസിബിലിറ്റീസ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇൻഡിവിസിബിലിറ്റീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഇൻഡിവിസിബിലിറ്റി ഓഫ് ഡിമാൻഡ്, ഇൻഡിവിസിബിലിറ്റീസ് ഇൻ ദി സപ്ലൈ ഓഫ് സേവിങ്സ്. ഇത് കൂടാതെ അതർ ഇൻഡിവിസിബിലിറ്റീസിനും റോസൻസ്റ്റീൻ റൊഡാൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതർ ഇൻഡിവിസിബിലിറ്റീസിൽ പ്രധാനമായിട്ടും വരുന്നത് സൈക്കോളജിക്കൽ ഇൻഡിവിസിബിലിറ്റീസ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് ഈ ഒരു ബിഗ് പുഷ് തിയറിയുടെ ബേസിക് റിക്വയർമെൻറ്റ്സ് ആണ്. ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, സേവിങ്സ്, ഫോറിൻ ക്യാപിറ്റൽ, ഫോറിൻ ട്രേഡ്, നെസസിറ്റി ഓഫ് സ്റ്റേറ്റ് ആക്ഷൻ ഈവൻ ആഫ്റ്റർ ബിഗ് പുഷ്. ഇത്രയും ഈ 5 റിക്വയർമെൻറ്റ്സ് ആണ് ബിഗ് പുഷ് തിയറിയുടെ ബേസിക് റിക്വയർമെൻറ്റ്സ്. ദെൻ നമ്മൾ ക്രിറ്റിസിസം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു തിയറി നമ്മുടെ ബാലൻസ്ഡ് ഗ്രോത്ത് തിയറി പറയുന്ന പോലെ തന്നെ, എല്ലാ സെക്ടറിലും ഇൻവെസ്റ്റ് ചെയ്യുക, എല്ലാ ഇൻഡസ്ട്രീസിലും ഇൻവെസ്റ്റ് ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് ബിഗ് പുഷ് തിയറിയിലും പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് എന്താണ്, അദ്ദേഹം റോസൻസ്റ്റീൻ റൊഡാൻ ഒരു 3 ഇൻഡിവിസിബിലിറ്റീസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇൻഡിവിസിബിലിറ്റി എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ഇക്കോണമി തന്നെയാണ്. എക്സ്റ്റേണൽ ഇക്കോണമീസിന് പകരം റൊഡാൻ യൂസ് ചെയ്യുന്ന ടേമാണ് ഇൻഡിവിസിബിലിറ്റീസ്.